നിമിഷപ്രിയ പറഞ്ഞാൽ അവിടെ കുറച്ച് അപ്പുറത്തായിരുന്നു അവരുടെ വീട്. അത് നല്ല ഒരു ഇത് പാവം കുട്ടിയായിരുന്നു. പക്ഷെ അവിടെ പോയി ഇത് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനായില്ല. എങ്കിലും ആ കുട്ടിനെ വിട്ടുകിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടി ഗവൺമെൻറ്റൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഇന്നലത്തെ ന്യൂസിൽ തന്നെ ഇപ്പോൾ നാളേക്കാണ് ഇതെന്ന് പറഞ്ഞിട്ട് മാറ്റപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ചെലുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ആ കുട്ടിനെ വിട്ടുകിടക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹമാണ്. അതാണ്. ആ 2 പെൺമക്കളാണ് അവർക്കുള്ളത്. പിന്നെ അമ്മയും അവിടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. യമനിൽ തന്നെ അമ്മയും പോയിട്ടുണ്ട് കുട്ടീനെ കൂട്ടിയിട്ട് വരണം എന്നിട്ട്. അപ്പോൾ അത് നല്ല കുട്ടിയാണെന്നാണ് പറയുന്നത്. ചെറുപ്പം മുതൽ അറിയാവോ? ആ ചെറുപ്പം മുതൽ ഇവിടെ നിന്നൊക്കെ പഠിച്ചു. ഇവിടെ കുറച്ച് അപ്പുറത്ത് തന്നെ, ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ വീട് അവരുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ സ്കൂളിൽ പോയി പഠിച്ച കുട്ടിയാണല്ലോ. നല്ല കുട്ടിയാണ്. അവൾ എന്താ ഇങ്ങനെ സംഭവിച്ചെന്നിപ്പോൾ ഞങ്ങൾക്ക് അത്രയും. ചെല്ലഞ്ചേട്ടനൊക്കെ ചെറുപ്പം മുതലേ കാണുന്ന ഈ കുട്ടി. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പം ചെല്ലഞ്ചേട്ടൻ ഈ നാട്ടിൽ സ്വന്തം അടുത്ത് കാണുന്ന ഒരു കുട്ടി സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചെല്ലഞ്ചേട്ടൻ എന്താ തോന്നിയത്? അത് നല്ല ഭയങ്കര ഒരു കഷ്ടമായിട്ട് കുട്ടി ഒരിക്കലും ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുള്ള ഒരു ഇത് ആർക്കും ഇല്ലല്ലോ. അതിപ്പോൾ ചെയ്തു എന്നാണ് ഇപ്പോൾ അവർ പറയണത്. അപ്പോൾ എന്താണെന്ന് അതിൻ്റെ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും പാവപ്പെട്ട കുട്ടിയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഇതും ആ കുട്ടീനെ പറ്റി എതിർപ്പ് പറയേണ്ട ഒരു കാര്യം അവിടെ കാണാനില്ല. നല്ല കുട്ടിയാണ്. എന്താ അവിടെ പോയിട്ട് എന്താ സംഭവിച്ചത് നമുക്ക് അറിയില്ലല്ലോ. മാത്രം വിട്ട് കിടക്കണമെന്നാണ് അമ്മയും വളരെ സങ്കടമായിട്ട് നിൽക്കുന്നത് പറയണം. കഷ്ടപ്പെട്ട് വളർന്നവരാ? കഷ്ടപ്പെട്ട് അച്ഛനില്ല, അമ്മയില്ല. പിന്നെ അവരുടെ ഈ അമ്മൻ്റെ അവരൊക്കെ മുത്തച്ഛനവരൊക്കെ പോയി. ഇപ്പം അമ്മയാണ് ഉള്ളത്. ഭർത്താവ് ഇല്ല. ഭർത്താവ് ഉണ്ട്, പക്ഷെ അത് അവർ അങ്ങോട്ടും ഇല്ലാണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്നതാണ് അമ്മ. അപ്പം ഈ മക്കളെല്ലാം ഉള്ളൂ അമ്മയ്ക്ക്. അപ്പോൾ അമ്മയ്ക്ക് കൂടി ഒരു താക്കമാണ് ഈ കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾ അവൾ വെളിയിൽ വന്നാൽ അമ്മയ്ക്ക് കൂടി വയസ്സുകാലത്ത് കുട്ടി നോക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളത് നല്ല അഭിപ്രായം. നല്ല കുട്ടിയാണ്. നമുക്ക് ഭയങ്കര സങ്കടമായി ഇങ്ങനെ ഒരു വിധി വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു കൊലപാതകമൊക്കെ ഇങ്ങനെ കൊല ചെയ്ത് അയാളെ ടാങ്കിൽ തള്ളാനുള്ള ഒരു മാനസിക കട്ടി ആ കുട്ടിക്കുണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? പിന്നെ അത്ര കരുത്തുള്ള കുട്ടിയൊന്നുമല്ല, അത്ര ഒരു ധൈര്യമുള്ള കുട്ടിയൊന്നുമല്ല. സാധാരണ നമ്മൾ കുട്ടികളെ വളർന്ന് സ്കൂളിൽ പോകണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഒരു ചങ്കൂറ്റത്തോടെ ഈ കുട്ടി ചെയ്യുന്നുള്ള ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഇപ്പം എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് അത്ര അറിയില്ലല്ലോ. ആ കുട്ടി അത്ര ചാട്ടിയുള്ള കുട്ടിയൊന്നുമല്ല, നല്ല ഒരു പാവം വിട്ട കുട്ടിയായിരുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ ചെല്ലഞ്ചേട്ടനെ? അവിടെ പോയിട്ട് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ടില്ല. വന്നാലും ഇപ്പോൾ കുട്ടി അധികം പോയും വന്ന് ഇപ്പോൾ ഇടയിൽ എൻ്റെ ഭർത്താവൊക്കെ ഇവിടെ ഇടയിൽ വരാറുണ്ട്. ഭർത്താവുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു? ഈ ഡോമിയായിട്ട് ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു. അവനും കുഴപ്പക്കാരനല്ല, നല്ല കുട്ടിയാണ്. ഇവിടെ കുറച്ച് നാൾ പണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴക്കാരൻ്റെ അവിടെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഡോമി പറയുന്നത് അതും നല്ല പയ്യനാണ്, അതിനൊന്നും കുഴപ്പമില്ല. കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു നിമിഷപ്രിയയുടെ? അവർ പിന്നെ ഡോമിയായിട്ട് സ്നേഹത്തിൽ അങ്ങനെ കഴിഞ്ഞതാണ് കല്യാണം. അങ്ങനെ കഴിഞ്ഞതാണ്. 2 സമുദായക്കാരല്ലേ? 2 സമുദായക്കാർ. അപ്പം നല്ല കുട്ടികളാണ്. സങ്കടം തോന്നുന്ന അമ്മ മകളിനെ കൂട്ടിയിട്ട് വരണം പറഞ്ഞിട്ടാണ് യമനിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് അമ്മൻ്റെ കൂടെ കുട്ടി വരുമ്പോഴല്ലേ അമ്മയ്ക്ക് ഇതുണ്ടാവുള്ളൂ. ഇപ്പോൾ അമ്മനെ കുട്ടീനെ ഇപ്പോൾ അവിടെ തൂക്കിക്കൊല്ലുക എന്തെങ്കിലും ചെയ്താൽ അത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാകണം പിന്നെ അവിടെ നിന്ന് വരാനുള്ളത്. അപ്പോൾ കുട്ടീനെ എത്രയും അവിടെ മാപ്പുസാക്ഷിയാക്കി കുട്ടീനെ വിട്ടുകിടക്കണമെന്നാണ് ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം. ആ കണ്ണുനീര് കാണാൻ വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം അത്രയും വേണ്ടിപ്പെട്ട കുട്ടികളാണ്. ഇപ്പോൾ വെളിനാട്ടിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇന്നലെ ന്യൂസ് കേട്ടുകൊണ്ടേയിരുന്നു. ഇന്നലെ രാത്രി 10 മണി വരെ ഞാൻ ന്യൂസ് കേട്ടതാണ്. ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടി ചെറിയ കുട്ടികളല്ലേ. നിമിഷപ്രിയയുടെ അച്ഛനുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു? നിമിഷപ്രിയൻ്റെ
അച്ഛൻ പറഞ്ഞാൽ അവിടെ അവർ പാലക്കാടാണ് വീട്. അപ്പോൾ അച്ഛനും അമ്മയായിട്ട് ഇത്തിരി അല്ല ചെല്ലച്ചേട്ടന് പരിചയം ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെയൊക്കെ ഇവിടെ വരുമ്പോൾ പുള്ളി പരിചയമുണ്ട്. പക്ഷേ ആ പുള്ളി ഇപ്പോൾ ഉണ്ടോ ഇല്ല എന്നുള്ളതും കൂടി അറിയില്ല. പാലക്കാടാണ്, പാലാൻ ആശുപത്രിൻ്റെ കുറച്ച് അപ്പുറത്താണ് അവരുടെ വീട്. അവരുടെ വീട്ടിലൊക്കെ ഈ കുട്ടിൻ്റെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ വീട് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. എന്നാലും പിന്നെ പാലാൻ ആശുപത്രിൻ്റെ കിഴക്കേ സൈഡാണ് അവരുടെ വീട് എന്നുള്ളത്. പാലാൻ ആശുപത്രിയില്ലേ പാലക്കാട്, അതിൻ്റെ കിഴക്ക് ഭാഗം, അവിടേക്ക് എന്തോ ഒരു പേരുണ്ട്, ഹൈവേന്റെ താഴെ അവിടെയാണ് ഭർത്താവിൻ്റെ വീട്, അച്ഛൻ്റെ വീട്. ചേച്ചി പുള്ളിയുടെ കൂടെയാണ് താമസിച്ചിട്ടുണ്ടല്ലേ? നിമിഷപ്രിയയുടെ നിമിഷപ്രിയൻ്റെ ചേച്ചി പുള്ളിയുടെ കൂടെയായിരുന്നു. കുറച്ച് അവിടെയാണ് പഠിച്ചത്, അച്ഛൻ്റെ കൂടെയായിരുന്നു പഠിച്ചത്. പിന്നെ ആ കുട്ടി പിന്നെ ഇവിടെ വന്നു. ഇപ്പോൾ അച്ഛനും അമ്മയും ആയിട്ട് അങ്ങനെ കുറേ കാലങ്ങളായിട്ട് അവർ ചേർത്തിയില്ല, പോക്ക് വരവൊന്നുമില്ല, അവങ്ങോട്ട് വരുന്നുമില്ല അച്ഛൻ. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടോ ഇല്ലെന്നും കൂടെ ഞങ്ങൾക്കറിയില്ല. അതാണ്. ഈ നിമിഷപ്രിയ ചേച്ചി എവിടെയാ ഇപ്പോൾ? ചേച്ചി ഇപ്പോൾ ഇവിടെ അടുത്തൊരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇവിടെ അടുത്ത് ഇവിടെ ഇല്ല, അവർ എറണാകുളത്ത് അവിടെ ഇരിക്കുകയാണ്. ആ അടുത്ത് പറഞ്ഞാൽ ആ ചെക്കൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെയാണ്, ചെക്കൻ്റെ വീട് ഇവിടെയാണ്. ആ ചേച്ചിയുടെ കല്യാണം കഴിച്ചിരിക്കുന്ന ചേട്ടൻ അവരുടെ വീട് ഇവിടെയാണ്. ലക്ഷ്മണനാണ് അവൻ്റെ അച്ഛൻ്റെ പേര്. നമസ്കാരം. നിമിഷപ്രിയയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി കാര്യങ്ങൾ? എന്തായി ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. പാവപ്പെട്ട കുട്ടിയാണ്, അതിനിങ്ങനെ ഒരു വിധി വന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും വിടുതലിയാക്കി കിട്ടിയ. ഓ, കുട്ടികൾ ഇവിടെ വന്ന് സ്കൂളിൽ പോയി കളിച്ച് നടന്ന കുട്ടികളാണ്. ഇവിടെ നിന്നാണ് സ്കൂളിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ വന്നിട്ട് ബസ് കയറ്റി. ഇപ്പം നിമിഷപ്രിയയുടെ അമ്മ അവിടെ പോയി നിൽക്കുകയാണ്, അവിടെ പോയി നിൽക്കുന്നുണ്ട്. മകളെയും കൂട്ടിക്കൊണ്ട് വരണമെന്നാണ് അവളുടെ ആഗ്രഹം. ഇനിയിപ്പോൾ എങ്ങനെ ആകും എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അമ്മയായിട്ട് കാണുമ്പോൾ നിമിഷപ്രിയ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നോ? അങ്ങനെ കുട്ടികളല്ലേ, അങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇവിടെ വരും, ബസ് കയറാൻ വരും, ബസ് കയറി സ്കൂളിലേക്ക് പോകും, ഇവിടെ വന്ന് ബസ് ഇറങ്ങാൻ പോകും. അപ്പോൾ എന്തെങ്കിലും തിന്നാൻ എന്തെങ്കിലും കൊടുക്കും. നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. വിവാഹമൊക്കെ എങ്ങനെയാണ് നടന്നത് അവളുടെ? നിമിഷപ്രിയയുടെ വിവാഹമൊക്കെ എങ്ങനെയായിരുന്നു നടന്നത്? അവനെ അറിയാമോ? ഓ, അവനെയൊക്കെ അറിയാം. അവൻ വരും, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. അപ്പോഴും വരും. നിമിഷപ്രിയയുടെ മോളും വരുമോ? ആ, മോളും വരും. ചായയൊക്കെ ഇട്ട് കൊടുക്കുമോ? എന്തൊക്കെ പറഞ്ഞു നിമിഷപ്രിയയുടെ മോൾ? എന്തോ പറയുന്നു? അവളിപ്പോൾ അത്രയ്ക്ക് ആയിട്ടില്ലല്ലോ, അങ്ങനെ പറയാനൊന്നും കുട്ടിക്ക് അത്ര ഇത് ആയിട്ടില്ല. എന്നാലും മോളെ കാണുമ്പോൾ വിഷമം വരും അല്ലേ? കുട്ടിനെ കാണുമ്പോൾ വിഷമം തോന്നുന്നു. ഇവർ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചത് പറയാമോ? കഷ്ടപ്പാട് പറഞ്ഞാൽ പ്രേമൻ്റെ അവളുടെ അമ്മൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാണ്ട് വളർന്നതാണ് അവർ. എന്തൊക്കെ കൃഷിയായിരുന്നു, എന്തൊക്കെയായിരുന്നു ജോലി ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? അവർ കൃഷി, നെൽകൃഷി തന്നെ. പിന്നെ അതൊക്കെ വിറ്റു. ഇപ്പോൾ ഒന്നുമില്ല, സ്ഥലമൊന്നുമില്ല, ഇവിടെ വീടും ഇല്ല, എല്ലാം വിറ്റു. എന്നിട്ട് ബന്ധപ്പെട്ടാണോ എല്ലാം വിറ്റത്? അതെന്താണെന്നറിയില്ല, ഭൂമിയൊക്കെ കൊടുത്തു. അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്, വിട്ട് കിട്ടണേ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അമ്മയുടെ കണ്ണുനീര് ചേച്ചിക്ക് നല്ല പരിചയമാണല്ലോ അമ്മേ. ഓ, നല്ല പരിചയം തന്നെ. എത്ര കാലത്തെ പരിചയമുണ്ട് അമ്മയ്ക്ക്? പരിചയം പറഞ്ഞാൽ അവർ ചെറുപ്പം മുതൽ തൊട്ട് ഇവിടെ പെറ്റു വളർന്നതല്ലേ, അങ്ങനെയുള്ള പരിചയം തന്നെ. ഇപ്പൊ ചാണ്ടിയുമ്മനൊക്കെ പോയിട്ടുണ്ട്, പോയിന്ന് പറയുന്നത് കേൾക്കുന്നു. ചാണ്ടിയുമ്മനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. പോയിട്ടുണ്ട്. നേടിക്കൊണ്ടുവരുമെന്നാണ് ഉദ്ദേശിക്കുന്നേ? അങ്ങനെ മനസ്സിലൊരു വിചാരം ഉണ്ട്. ഇനിയിപ്പോ എങ്ങനെയാണെന്നും നമുക്കറിയില്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ ഒരു ക്രൂരത, ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനുള്ള ഒരു ക്രൂര മനസ്സ് നിമിഷപ്രിയക്ക് ഉണ്ടായിരുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. പാവപ്പെട്ട കുട്ടിയാണ്. ഇത് എങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കേ അറിയില്ല. ഈ കൊല ചെയ്യപ്പെട്ട ആൾ ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നേരത്തെ. അമ്മ കണ്ടിട്ടുണ്ടോ എപ്പോഴേലും? ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് യമനിന്ന് വന്നു കഴിഞ്ഞിട്ട് നിമിഷപ്രിയോടെ വന്നിട്ടുണ്ടോ? വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്മയായിട്ട്? ആ, ഇടയിൽ ഇതിൻ്റെ മുമ്പ് ഇടയിൽ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു.
വന്ന് അങ്ങനെ വർത്തമാനം പറയാൻ നിൽക്കില്ല. അവരിവിടെ വീട്ടിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ എന്താണെന്ന് കേൾക്കും, സുഖവനല്ലേ എന്ന് പറയും, അവർ പോകും. അങ്ങനെ വർത്തമാനം പറഞ്ഞൊന്നും നിൽക്കില്ല. ജീവനോടെ കൊണ്ടുവരാണ്ട് പോയിരിക്കുന്ന അത് നടന്നില്ലെങ്കിൽ അവർക്ക് വലിയ സങ്കടമാകും. അയ്യോ, സങ്കടം പറഞ്ഞാൽ സങ്കടം പറയാനേ ഇല്ലല്ലോ. സങ്കടം തന്നെയല്ലേ. മകളിനെ കൊണ്ടുവരണം പറഞ്ഞിട്ടാണല്ലോ ഇത്ര കഷ്ടപ്പെട്ട് പോയിരിക്കുന്നത് അവിടേക്ക്. ഇപ്പം മകളില്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ. സങ്കടമാണ്. സ്വന്തം മോളെ പോലെയാ. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴും മകളെക്കുറിച്ച് ഓർക്കുമ്പോഴും ഒക്കെ വിഷമമാണ്. അമ്മ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടാവും അല്ലേ? ഓ, എങ്ങനെയെങ്കിലും വിട്ട് കിട്ടണ ദൈവമേ എന്നെ പ്രാർത്ഥിക്കുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നു. പക്ഷെ എന്തായാലും അങ്ങനെ ചെയ്യാനുള്ള കരുത്ത് ആ കുട്ടിക്ക് എങ്ങനെ വന്നെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പോരാ, ഇനി എങ്ങനെ സംഭവിച്ചെന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ചെയ്യേണ്ട കുട്ടിയുമല്ല. ഇങ്ങനെ പറയുന്ന കേട്ടപ്പോഴേ ഇതെന്താ അതിങ്ങനെ പറയണ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കുള്ള ധൈര്യമൊന്നും ആ കുട്ടിക്ക് ഇല്ല. നിഷ്പ്രിയ എങ്ങനെയായാലും ഇങ്ങോട്ടേക്കൊന്ന് വരണം തന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് വന്നാൽ വേണ്ടില്ല, അവൾ അങ്ങനെ ഒരു കൊലപാതകം ചെയ്യില്ല എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തീരുമാനം. അങ്ങനെയുള്ള കുട്ടിയല്ല അത്. പക്ഷെ അവളെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്ന് വന്നാൽ വേണ്ടില്ല, അവളെ ഒന്നും ചെയ്യാമെന്നുണ്ട്. അത്രയും ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നും പറയാനൊന്നും. എത്ര കാലമായിട്ട് അറിയാൻ? ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഉള്ളത് തന്നെ. ഞങ്ങളൊക്കെ ഇടത്തെ അനിയത്തിമാരുടെ പോലെയൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെയൊക്കെ ഞങ്ങളിവിടെ പെരുമാറാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഒരു കുടുംബം പോലെ ഞങ്ങൾ പെരുമാറിയതാണ്. പക്ഷെ അവിടേക്ക് ഇങ്ങനെ ആയി എന്നുള്ളൊരു വേറെ നല്ല. ഞങ്ങളൊക്കെ ഇവിടെ അടുത്താണ്. ഞങ്ങളൊക്കെ ചുറ്റുപാട്. അവളൊക്കെ പെറ്റ് വളർന്നത് അപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് അറിയാം. ഇങ്ങനെ ഒരു ക്രൂര മനസ്സ് നിമിഷപ്രിയക്കുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും? അയ്യോ, ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. അവളിങ്ങനെ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾക്ക് വിശ്വാസമേ ഇല്ല സാർ. ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എന്താ തോന്നുന്നത് എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇങ്ങനെ ഞങ്ങളൊന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വന്നാൽ മതി എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. പറയുന്നു ഞങ്ങൾക്കൊന്നും പറയാനൊന്നും എനിക്ക് കിടക്കുന്നില്ല. അത്രയല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.